guys, welcome back to Read House. അപ്പോൾ ഇന്നത്തെ ചലഞ്ച് വേൾഡ്സ് ഹാർഡസ്റ്റ് ക്വിസ് ചലഞ്ച്. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വേൾഡ്സ് ഹാർഡസ്റ്റ് ക്വിസ് ഫുഡ് ചലഞ്ച് ആണ് ഗൈസ്. അതാണ് ഫുഡ് ചലഞ്ച് ഗൈസ്. ഭയങ്കര ഹാർഡെന്ന് വെച്ചാൽ ടോപ്പ് ക്ലാസ്. നമ്മൾ ഒരു ഉത്തരം പോലും പറയില്ല എന്നാണ് ഡോം പറയുന്നത്. ഒരു ഉത്തരം ബ്രോ, ഇതൊക്കെ അറിവല്ലേ ബ്രോ? നമ്മളൊരു അറിവ് പകർന്നു കൊടുക്കാൻ വേണ്ടിട്ടല്ലേ ബ്രോ? അപ്പൊ ഓഡിയൻസിന് അത് കുറച്ച് അറിവാകും, ക്രൂവിനും കുറച്ച് അറിവാകും. അതാ ബ്രോ ചോദിക്കും കേരളത്തിൽ എത്ര വർഷം മഴ പെയ്യും ചോദിക്കും ഒരു വർഷത്തിൽ. ഇപ്പൊ ഞാനിരുന്ന് എണ്ണണം എന്റെ മുടിയൊക്കെ അല്ലേ. ഇപ്പൊ തലയുടെ മുടിയുടെ എണ്ണം ചോദിക്കാന്ന് വെച്ചോ. അപ്പൊ ഞാൻ ഒരു 3,50,000 പറഞ്ഞു. ആക്ച്വലി 3,70,000 ഉണ്ട്. ഇയാൾ 3,60,000 പറഞ്ഞു. അപ്പൊ ആ നമ്പറിനോട് ക്ലോസസ്റ്റ് ആയിട്ട് ആരാണോ പറയുന്നത് അപ്പൊ ആൾക്ക് നീ ഒന്ന് പറയും, ഇവൻ 2 പറയും, മനസ്സിലായ? അടുത്തടുത്ത് നിൽക്കും. ചിലപ്പോ ഇവൻ 1.5 പറയും. നിന്നെ താങ്ങി താങ്ങി നിൽക്കും. കണ്ടോളിപ്പോ 1,60,000 പറഞ്ഞ ഇവൻ 1,60,000. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ലെറ്റ്സ് ഗോ. സോ ഗൈസ്, അപ്പൊ ഇത് ടീമാണ്. ഞാനും അബിയും ടീം, നിങ്ങളുടെ ടീം. ഓക്കെ, ടീം ഗൊറില്ലാസ്, ടീം കില്ലാഡീസ്. മെയിൻ അങ്ങനൊന്നുമില്ല, നമ്മള് ഷെയർ മങ്കേര. In one day, how many chai sells in India? ഒരു ദിവസം എത്ര ചായയാണ് ഇന്ത്യയിൽ വിൽക്കപ്പെടുന്നത്? പറയണേക്ക് നമ്മുടെ ഈ ഒരു ഷോപ്പില്, ഈ ഏറ്റവും അടുത്ത ഷോപ്പിൽ തന്നെ മിനിമം ഒരു 1000 പറയണേക്ക് 1000 ഇത് വെക്കും. ഈ ലൊക്കാലിറ്റിയില്, ഈ ഒരു ജില്ലയില് ഒരു 1000 ഷോപ്പ് ഉണ്ടാവും. 1000 × 1000 എന്ന് പറയുമ്പോ എത്രയാ? 1,00,000. അപ്പൊ ഒരു ഇന്ത്യയിലല്ലേ? ഇന്ത്യയില് ഒരു ദിവസം വിൽക്കപ്പെടുന്നു. അപ്പൊ ഒരു 10,00,000 ചായ എറണാകുളത്ത് തന്നെ എടുക്കുന്നുണ്ട്. 10,00,000 ചായ ജസ്റ്റ് കൂട്ട് 14 ജില്ലകൾ എന്ന് പറയുമ്പോ 1,40,000 ചായകൾ. അതിൽ ഏറ്റവും ചെറിയ ജില്ലയാണ്, ഏറ്റവും ചെറിയ സ്റ്റേറ്റ് ആണ് കേരളത്തിൽ. 10,000 കോടി ചായ വിൽക്കപ്പെടും. പറഞ്ഞോ? 10,000 കോടി. പറഞ്ഞില്ല. അത് വേണ്ട, എന്നാ അതിൽ നിന്ന് 10 രൂപ അടി. അത് കൂടുതലുണ്ടാവും. അത് ഹാഫ് രൂപ അടി. നിങ്ങൾ മുറിച്ച് തിന്നുവാണോ? നമ്മൾ പറയട്ടോ, നമ്മളൊരു 700 കോടി. ബ്രോ പറ. നിങ്ങൾ പറ. പറഞ്ഞോ? 700 കോടി. ഇപ്പൊ പറയുന്നത് 701 കോടി. നമ്മളെത്ര 700 കോടിക്ക് താഴെ എടുത്തുള്ളൂ. അല്ല, 1 ബില്യൺ ഉണ്ട്. എന്താ ബില്ല്? 1,400 കോടി ആൾക്കാരുള്ളത് 10,000 കോടി ചായ. ചായ അല്ല ബ്രോ ഒരു ദിവസം കുടിക്കുന്നത്. 1,400 കോടിയുള്ള ആൾക്കാരിൽ 3 പേരും 1,400 കോടി ആൾക്കാർ. ഞാൻ കുടിക്കുന്നുണ്ട് 10 ചായ. അതിൽ എത്ര പേര് ചായ കുടിക്കാത്തവരുണ്ട്? ബ്രോ ചായ കുടിക്കുന്നവര് ചായ കുടിക്കാത്തവര്. എന്നാലും ഞാൻ പറയട്ടെ, 1,400 കോടി ആൾക്കാരിൽ 10 ഇരട്ടിയാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ കേട്ടോളൂ. ആൻസർ പറ. 240 മില്യൺ. അത്രേ ഉള്ളൂ ബ്രോ, അത്രേ ഉള്ളൂ. അപ്പൊ ഫസ്റ്റ് റൗണ്ട് നമ്മൾ ജയിച്ചില്ല. കൂടുതൽ പറയാം. ഞാനത് മനഃപൂർവ്വം കൂട്ടി പറഞ്ഞതാ. ഞാൻ 1 ബില്യൺ. ഇവൻ പറയത്ര 170 പറയാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞു നീ സ്വന്തം കയറ്റി വെക്കാൻ നിൽക്കുക. നീ പറഞ്ഞാൽ ഒന്ന് കയറ്റി വെക്കാൻ നിൽക്കുക. നീ അതിനേക്കാൾ കൂടുതലല്ല പറഞ്ഞതല്ലേ. ഞാനല്ല, ഇയാൾ 10,000 കോടി പറഞ്ഞപ്പോഴും ഞാൻ 700 കോടി പറഞ്ഞോണ്ട് ഇയാൾ ഒരു 1000 കോടി പറയുന്ന ഞാൻ വിചാരിച്ചു. ബ്രോ നമ്മൾ ഒന്ന് താഴെ ഇറക്കിയാൽ മതിയായിരുന്നു. വീട്ടുകളാ. ഫസ്റ്റ് റൗണ്ടിലെ വിന്നേഴ്സ് നമ്മളാണ്. How many Google searches are made in an average day? വേൾഡിലാണോ? ബ്രോ നമുക്ക് ടീമായിട്ട് സംസാരിക്കാം. വേൾഡിൽ എത്ര അവർ മിണ്ടെന്ന് വരുന്നില്ല. അല്ലല്ല, അത് ഉത്തരം അറിയാം. എന്താ പറഞ്ഞേ? നമ്മളൊരു 1000 പറയുമ്പോൾ 1,1000.
ഒരു ദിവസം ഇത് ഇയാള് പറഞ്ഞാൽ ഞാൻ പറയുന്നുള്ളൂ. അല്ല ജെറ്റർ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു 26 വർഷം സൈറ്റിൽ കയറി പിന്നെ അവൻ ഒത്തിരി കളിച്ചു. അവനിപ്പോ എന്തെങ്കിലും മിണ്ടിയുള്ള നേരെ പറയുന്നത്. പക്ഷെ ഇപ്പൊ ചാറ്റ് ജിപിടി വന്നിട്ട് ഇപ്പൊ ഇല്ലല്ലോ അങ്ങനെ നേരെ ശരി, ഗൂഗിളിംഗ് ഇപ്പൊ കുറവല്ലേ? ഫുള്ള് ഓ കാര്യം പറയട്ടെ, എന്റെ കൂടെ ഉള്ള പയ്യനെ തെറ്റിക്കാൻ നോക്കല്ലേ. ചായ എത്രയായിരുന്നു? 21 കോടി. പക്ഷെ അത് ഇന്ത്യയിലാണ്, ഇത് വേൾഡിലെ നീ എന്തിനാണ് ഇതൊക്കെ പറഞ്ഞു കൊടുക്കണേ? നമ്മള് സഹായിക്കണം. പിന്നെ എത്ര ടീം പോയി ഇന്ത്യ എന്ന് പറഞ്ഞിരിക്കും. അതല്ലേ ഞാനത് മിണ്ടായിരുന്നതാ. 500 കോടി മതിടാ. നമ്മുടെ ബാങ്ക് ബാലൻസിൽ തന്നെ അത്ര ഇല്ലേ? കുഴപ്പമില്ലടാ, അത് നമുക്ക് 1 ലക്ഷം 500 കോടി 500 കോടി ഒന്ന് വിളിക്കണം. പറഞ്ഞു പറഞ്ഞു 500 കോടി 500 കോടി 500 കോടി 500 കോടിയാ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്തു. ആ വേണ്ട 500 കോടി ഒന്നല്ല, ഒരു 1000 കോടി നമുക്ക് പറയാം. എന്തായാലും അതിന് മേലേക്കാ. 1000 കോടി അല്ല, അതിലും നല്ലൊരു 1000 കോടി പറയാം. 1000 CR മേലായിരിക്കും, എന്നാലും നമ്മൾ 1000 CR പറഞ്ഞു. ആരെങ്കിലും പറയുള്ളൂ 500 CR. ഇന്ത്യയിൽ തന്നെ ഉണ്ട് 150 കോടി ജനങ്ങൾ. അപ്പൊ ലോകത്തിൽ എത്ര ആൾക്കാരുണ്ട്? ഒരു ബാങ്കിൽ വർക്ക് ചെയ്യുന്ന എത്ര തവണ മറ്റേ ഗൂഗിളിൽ സർച്ചില്ല. ആക്ച്വലി ആൻസർ ഈസ് 16.4 ബില്യൺ. അങ്ങനെ പറയില്ല, എത്ര കോടിയാന്ന് പറഞ്ഞു. കോടി കണക്ക് പറ, ഞങ്ങൾക്ക് ഈ ബില്യണൊന്നും അറിയില്ല. 16 ബില്യൺ ആണ്. 16 ബില്യൺ എന്ന് വെച്ചാൽ 1600 കോടി. ഓക്കെ, അപ്പൊ 1600 കോടിയാണ് ആൻസർ. 1600 കോടി സെർച്ചസ് ആണ് ആൻസർ. അപ്പൊ ഇതിൽ നമുക്ക് അതെ, നമുക്ക് ബില്യനും ബില്യനും പറഞ്ഞാൽ കോടികളൊക്കെ കിട്ടും. നമ്മൾ നമ്മുടെ തേർഡ് ക്വസ്റ്റ്യനിലേക്ക്. എത്ര ഫുഡ് കഴിഞ്ഞിട്ട് എത്ര റൗണ്ട് കഴിഞ്ഞിട്ട് ഫുഡ് എത്ര ഫുഡ് കഴിഞ്ഞിട്ട് എത്ര തിന്ന് ഫുഡ് എപ്പോഴാ കിട്ടാന്ന് 5 ക്വസ്റ്റ്യൻ. In a year, how many people dies by smoking cigarettes? In a world. ലോകത്തില് ഒരു വർഷം ഒരു വർഷത്തിൽ എത്ര ആൾക്കാര് സിഗരറ്റ് വലി കാരണം മരിക്കുന്നു? കൂടി ഇന്ത്യയിൽ കൂടി വന്നു കഴിഞ്ഞാൽ ഇന്ത്യയല്ല ഗ്രൂപ്പ് ലോകത്തല്ലേ ബില്യൺ ന്യൂസ് പേപ്പറിലെ 80-40-50 പേരാണ് മരിക്കുക. അതിലാകെ 2 പേര് 2-3 പേര് അവര് ശരിക്കും സ്മോക്കിംഗ് ആയി. അപ്പൊ കേരളത്തിൽ 3 പേര്. അപ്പൊ ഇന്ത്യയിൽ എന്ന് പറയുമ്പോ ഒരു 40-50 പേര് കൂട്ടിക്കോ. അപ്പോ ഓരോ നീ അവിടെ ശ്രദ്ധിക്കണോ നമ്മളെ ഏഷ്യ. നിങ്ങൾ പറഞ്ഞോ, ഡിസ്കഷൻ കഴിഞ്ഞ പറഞ്ഞോ. അതെന്താ ആൻസർ കിട്ടിയെങ്കിൽ പറയേ. പിന്നെ നമ്മളെ നോക്കിയിട്ടാണ്, കാരണം നമുക്കത് എഴുതി വെക്കാനേ പറ്റുള്ളൂ. നമ്മൾ പറഞ്ഞത് കേട്ടിട്ട് ശരി ശരി പറഞ്ഞു. നമ്മൾ പേപ്പറിൽ ഞങ്ങൾക്ക് വിഷ്വലൈസ് ഒന്നല്ല. അപ്പൊ നമുക്ക് ഇന്ത്യയിലെ 50 പേര് മരിച്ചു. ഞാൻ പറയട്ടെ 40,000. 40,000 ഞങ്ങളെന്നാ പറഞ്ഞു, ഇനി ഞങ്ങൾക്ക് അറിയത്തില്ല. കോടി പറ. എത്ര? 20,000. വെറും ജസ്റ്റ് 20,000 പേര്. കോടി പറയടാ. ഞങ്ങൾ പറഞ്ഞ അന്നേ 1 ലക്ഷം. 1 ലക്ഷം. നിങ്ങളെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തത്? ഇന്ത്യയിൽ 40 വരെ മരിക്കുന്നുള്ളൂ കാൽക്കുലേറ്റ് ചെയ്ത്. എല്ലാ ദിവസവും പേപ്പറിൽ ഒരു 30 പേര് മരിക്കാറുണ്ട്. ഇതിൽ 2 പേര് അല്ലെങ്കിൽ 3 പേര് നമുക്ക് സ്മോക്ക് ചെയ്ത് മരിച്ചു എന്ന് വിചാരിക്കാം. അങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം കേരളത്തിൽ നിന്ന് 3 പേര്. അപ്പൊ ഇന്ത്യന് ഒരു 30 പേര് 40 പേര് കൂട്ടിക്കോ. 40 പേര് കൂട്ടി. അങ്ങനെ ആഫ്രിക്ക എടുക്കുക, ഏഷ്യ എടുക്കുക, ചൈനയിൽ ഇതൊക്കെ കൂട്ടിയിട്ട് ഒരു 10-200-250 പേര്. അങ്ങനെ ഒരു 5 ഭൂഖണ്ഡം കൂടി കൂട്ടിയിട്ട് ഒരു 1000 പേര്. അങ്ങനെ ഈ 1000 പേര് ഇൻറ്റു ഒരു 365 ദിവസം, അതായത് ഒരു 36,000 അത്ര പേര്. അത് ഞങ്ങൾ റൗണ്ട് ചെയ്ത് 40,000 പറഞ്ഞു. ഞാൻ കാര്യം പറ്റേ, ഈ പത്രത്തിൽ തന്നെ 30 പേരല്ല മരിക്കുന്ന. അല്ലല്ല, അത് മറ്റേ വീട്ടുകാർ കൊടുക്കുന്ന 30 പേര്. അത് ഞാൻ കണക്കെടുത്ത ഞങ്ങൾക്ക് വ്യക്തമായ പ്ലാൻ ഉണ്ട് എന്തിനും, അല്ലേ? ഉറപ്പാ. ആൻസർ 80 ലക്ഷം.
കണ്ടോ 80 ലക്ഷം ആൾക്കാരെ സ്മോക്ക് ചെയ്യുന്നതായിരിക്കുന്നേ. ഇത്രയും സ്മോക്ക് ചെയ്യുന്ന ആൾക്കാരോ? എനിക്ക് ഇച്ചിരി ഒന്നുമില്ല, മറ്റേ പത്രക്കട്ടിയില് 30 പേരെ. How many units of current does Kerala use in an average day? ഒരു ദിവസം കേരളത്തിൽ എത്ര യൂണിറ്റ് കറണ്ട് ആണ്? യൂണിറ്റ് ഓഫ് കറണ്ട് അറിയോ? പറ യൂണിറ്റ് കണ്ടുപിടിച്ച കറണ്ടിന്റെ. കൊമ്പൻ ഓമി പെട്ടിരിക്കുക. നമ്മള് 50 ലക്ഷം യൂണിറ്റ്. 50 ലക്ഷം 50 ലക്ഷം യൂണിറ്റ്. പറ. നമ്മളെ 60,000 വാട്ട്. 60,000 വാൾട്ടാ. വാട്ട് ഇവിടെ യൂണിറ്റ് 60,000 Units. Answer is 9.5 കോടി. നമ്മൾ 60 ലക്ഷം പറഞ്ഞു. 60,000 ബോട്ട് എന്ന് പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് 60,000 യൂണിറ്റ് എന്ന് പറഞ്ഞു. 60,000 വാട്ട് എന്തോരുണ്ട് ബ്രോ? The longest lived person ever in the world. വരെ ജീവിച്ചത് എത്ര? 134. ഏതോ ഒരു റീല് കണ്ടാണ്. അത് വേണേ പറഞ്ഞോ. ഏതോ ഒരു റീല് കണ്ടാണ്. നമ്മളിപ്പോ പറയണ്ട, നമ്മൾ എഴുതിയിരിക്കുന്നുള്ളൂ. ഇത് നമ്മൾ എഴുതിയിരിക്കുന്നുള്ളൂ. 700. എല്ലാവരും നമ്മൾ എഴുതി എഴുതിയിരിക്കുന്നു. വേണമെങ്കിൽ ഒരു 10 കൂട്ടി കിട്ടും. അവരെ തന്നെ 10 കയറ്റി പിടിച്ചു. വേണമെങ്കിൽ ഒരു 10 കുറച്ചോ. എന്റെ ഒരു സമ്പാദനത്തിന് വേണ്ടി. ഏത് കഴിഞ്ഞ പേനാണ്. കുഴപ്പമില്ല. അതെത്ര? നീ പറഞ്ഞു തന്നെ ഒന്ന് 350. ഇത് ശരി, ഒരു ഇത് കുറയ്ക്കാം. കൊടുത്തോ, അത്രേ ഉള്ളൂ. ഇല്ല അത്ര നീ നിന്റെ അപ്പൂപ്പനാണ്. എത്ര ലക്ഷം എഴുതി? എത്ര ലക്ഷം എഴുതി? എത്ര ലക്ഷം എഴുതി? Answer is 122 വർഷം 164 ദിവസം. കോട്ടെ. ഞാൻ പറഞ്ഞില്ല മണ്ട. നീ ഏത് റീല കണ്ടത്? ഏതോ ഒരു നീ വല്ല ആമേനാണോ അല്ല കണ്ടത്? ഇയാൾ ആദ്യം എഴുതി 300 ആദ്യം 220. ഞാൻ 120. ഞാൻ ഇത് കണ്ടിട്ടുണ്ട്. പോട്ടെ, ഒരു പോയിന്റല്ലേ? കുഴപ്പമില്ല. ഒരു പക്ഷേ പോയിന്റല്ലേ? എന്നിട്ടും ഇനി ഞാൻ പറയുന്നത് വിശ്വസിക്കുന്നില്ല. സോ ഗൈസ്, അങ്ങനെ നമ്മുടെ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞപ്പോൾ വിജയ് 4-1 നമ്മളാണ്. അതാ ജയിച്ചൊക്കെ നമുക്ക് അറിയാലോ. സംഭവം ശരിക്കും പറഞ്ഞാ ഇൻസ്റ്റയിൽ വെച്ചതാ. ഇൻസ്റ്റല്ല, നീ എന്റെ വീട് ചതിച്ചത്. ഫുഡ് കൊടുക്ക്. ആ ഹെൽത്തി ഒന്നും വേണ്ട, കൈ തന്നെ ധാരാളം. കൈ മൈക്കിങ് വെച്ച് എവിടെയെങ്കിലും ഹോളത്തേക്ക് പിടിച്ചോ ഒരു സൈഡിൽ നിന്ന് തുടങ്ങിക്കോ. നീ ഇതൊന്നും നോക്കണ്ട, ഇനിയിപ്പൊ ആളെയൊന്നും നോക്കണ്ട. നോക്കാതെ കഴിക്ക്. എന്റെ ഭക്ഷണം കഴിച്ചിട്ട് എങ്ങനെയുണ്ട്? നാണം കെട്ടവനെ. നല്ല ഹെൽത്തി സാധനം. ഇവിടെ ഇത് കൊറേ അതിൽ അടിക്കുന്നു. ഒരു നാണോ ഉടുപ്പില്ലല്ലോ. സങ്കടമല്ലേ നിനക്ക്? നിനക്ക് സങ്കടമാണോ പോലെ? വേണേ അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചോ, നമ്മളിത് കഴിക്കുന്നതിന് കൂടെ പറഞ്ഞോളാം. അതിന്റെ ആവശ്യമില്ല. പറഞ്ഞോ നമുക്ക്. ഇവര് ഇപ്പൊ ഇല്ലേ കോടികൾ കേട്ടിട്ട് നിറയെ കുഴിയും മരിച്ചു. സെക്കൻഡ് റൗണ്ട്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ പ്ലീസ്. പടപടാന്ന് ഉത്തരം In പറഞ്ഞിട്ട്. Kerala, how many condoms are sold in one day? മറ്റേ വാലന്റൈൻസ് ഡേക്ക് എത്രയായിരുന്നു? 25 ലക്ഷം. ബ്രോ എത്ര യൂസ് ചെയ്യാറുണ്ട്? ഞാൻ യൂസ് ചെയ്യാറില്ല, എനിക്ക് ഇഷ്ടമല്ലല്ലോ അത്. ഇല്ലേ ബ്രോ എത്ര യൂസ് ചെയ്തിട്ടുണ്ട്? ഡെയിലി യൂസ് ചെയ്യുന്നുണ്ട്. ഡെയിലി യൂസ് ചെയ്യുന്നുണ്ട്. എന്തിനാ ഇവിടെ ബലൂൺ വീർപ്പിച്ചടിക്കാൻ? ബ്രോ മറ്റേ കണക്കെടുക്കാം. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഒരു ഏകദേശം അറൗണ്ട് നീ എത്ര പറയുന്നത്? നീ ഒരു 5 ലക്ഷം പിടി. 5 ലക്ഷം 3.5 കോടി ജനങ്ങളുണ്ട്. അതില് ഒരു ബ്രോ പെട്ടെന്ന് കൺഫ്യൂഷൻ ആക്കട്ടെ. 3.5 കോടി എന്ന് പറഞ്ഞാൽ എത്ര ലക്ഷം? 3.5 കോടി എന്ന് പറഞ്ഞാൽ 350 ലക്ഷം. 350 ലക്ഷം. 350 ലക്ഷം. ഒരു 100 ലക്ഷം ആൾക്കാര് 100 ലക്ഷം അല്ലേ? 9 ലക്ഷം ആക്കിയത്. 50,000 ഉണ്ടാവും അവിടെ. 9,000. നമ്മളൊരു 45 ലക്ഷം. ഒരു ദിവസത്തെയായിട്ട് ചോദിക്കണം. 45 ലക്ഷം. കേരളത്തിൽ മാത്രം 45 ലക്ഷം. ബ്രോ ഒരു ഞാൻ വേണ്ട അത്രയ്ക്കൊന്നും ഇല്ല. കൂടി വന്നു കഴിഞ്ഞാൽ ഒരു ലക്ഷം അത്ര ഉണ്ടാവും. ഒരു കാര്യം 20 ലക്ഷം പറയടാ. 20 ലക്ഷം ബ്രോ. 20 ലക്ഷം. 20 ലക്ഷം. പക്ഷെ 4 ലക്ഷം ഞാൻ പറയാൻ വന്നത്. എത്ര ആൻസർ? 2 ലക്ഷം.
2 ലക്ഷം പറഞ്ഞു 2 ലക്ഷം. അതൊക്കെ കാണാം. കൊച്ചിയുടെ പോപ്പുലേഷൻ. കൊച്ചിയുടെ പോപ്പുലേഷൻ എന്ന് പറയുമ്പോ ഇവിടെ 2 പിള്ളേരൊക്കെ ജനിച്ചേ ഉള്ളൂ. ഇന്ത്യയിലെ 3.5 കോടി ജനങ്ങളിൽ ഒരു 30,000 പിടിക്കാം. 28 ലക്ഷം. 28 ലക്ഷം. 28 ലക്ഷം. 27 ലക്ഷം. പറഞ്ഞേ ആ കുഴപ്പമില്ല. പിന്നെ ഓക്കെ 28 ലക്ഷം. ഇല്ല 2.8 ലക്ഷം പറയുകയാണെങ്കിൽ ഓക്കെ. ആൻസർ എന്താ? കൊച്ചി മാത്രം കേൾക്കുന്നേ. പറ്റിപ്പോയി. 32 ലക്ഷം. 32 ലക്ഷം. ആ ഇവിടെ കൊച്ചിയില. കൊച്ചി മെട്രോ ഏരിയ. മെട്രോ കൊച്ചി എന്ന് വെച്ചാ കൊച്ചി, മട്ടാഞ്ചേരി എല്ലാം കൊച്ചി തന്നെയാ. 32 ലക്ഷം ആൾക്കാരാ ഇവിടെയാ. അസത്യം പറ്റുന്നില്ലല്ലേ? കൊച്ചി കോർപ്പറേഷൻ ഉണ്ടല്ലോ, കൊച്ചി ശരി, കോർപ്പറേഷൻ. അപ്പൊ കേരളത്തിൽ എത്ര പോപ്പുലേഷൻ? 3.5 കോടി, 350 ലക്ഷം. അയ്യോ കേരളത്തിൽ 3.5 കോടിയാണ്. 3.5 കോടി, 350 ലക്ഷം. ഞാൻ ഇന്ത്യ 3.5 കോടി. ഇന്ത്യയില് 3.5 കോടിയോ? 3.5 കോടി ഡിവൈഡ് ചെയ്തു. അല്ല, ഇയാൾ എന്നോട് പറഞ്ഞത് അതന്നെയല്ലേ, ഇന്ത്യയില് 3.5 കോടി ഉള്ളത്. How many cars are registered in Idukki? പറഞ്ഞോ. ഇത് ഞാൻ പറയണ, അത് കേട്ടിട്ട് അതിന്റെ അടി പിടിക്കണം. ആണോ? നമുക്ക് എഴുതാം. എത്ര കാറാണ് രജിസ്റ്റർ ചെയ്തത്? ലൈഫ് ടൈം ആണോ? വർഷമാണോ അതൊരു വർഷമാണോ? ടോട്ടൽ ഇതുവരെ? ലൈഫ് ടൈം. ആ, അങ്ങനെ പറ. 4.5 കോടി. ഇടുക്കിക്കാരനല്ലേ പറ. 4 കോടി കുറവാ. 4 കോടി പിടി നീ, ഞാൻ 5 പിടിക്കാം. കള്ള കണ്ടിട്ട് നോക്കിയേ. ഒന്നുമില്ല നോക്കി. ഒന്ന് പോടോ. ഞങ്ങളുടെ കണക്ക് ആലോചിച്ചോണ്ടിരിക്കുക. അയ്യോ കേരളത്തിൽ 3.5 കോടിയാണ്. ആ ഞങ്ങളൊരു 3 ലക്ഷം. നമ്മള് 3,49,000. Answer is 25,000. ഇടുക്കി ഇടുക്കിക്കാരാ 3.5 ലക്ഷം എന്ത് ചോദിക്കുന്ന? ഞാൻ പറഞ്ഞോ. How many YouTube videos are watched in India per day? ഇത് പിന്നെ അറിയത്തുള്ളൂ. അത് നിനക്ക് അറിയണം കേട്ടോ. അബിക്ക് അറിയുള്ളൂ. അബിക്കല്ലേ ഇന്ത്യ എത്ര ജനങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ 1400. അല്ലല്ല. 1,500 കോടി. 1400 നമ്മള് കൊടുത്തല്ലോ, നമ്മള് കൊടുത്ത് പറഞ്ഞാൽ മതി. നമ്മളൊരു കണക്ക് വെച്ച് നോക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 1000 ഈ കണക്ക് എങ്ങനെയാ? പറ, കണക്കോട് പറ. 1400 കോടി പേരാണ് ഉള്ളത്. അതിലൊരു 800 കോടി ആൾക്കാരുടെ കയ്യിൽ ഫോൺ ഉണ്ടോ? ഈ 800 കോടി ആൾക്കാർ ഒരു വീഡിയോ എന്തായാലും കണ്ടിരിക്കും. അപ്പൊ 800 കോടി ആ ഒരു വീഡിയോ എന്തായാലും കാണും. ആദ്യത്തെ പകുതി ആൾക്കാർ, അതായത് 400 കോടി ആൾക്കാർ 2 വീഡിയോ കാണണ്ടേ? 1200 കോടി വരും. പിന്നെ ഒരു 300 കോടി വെറുതെ എക്സ്ട്രാ ഒന്ന് ആഡ് ചെയ്തിട്ട് ആരെങ്കിലും വെറുതെ ഓരോന്ന് 1400 പറയാം. 1400 പറയാം. നിന്റെ ഇഷ്ടം. 1250 കോടി. അത്രേ ഉള്ളൂ. അത് ചെറുക്കന്റെ ബുദ്ധി. 250 കോടി. 250 കോടി. വെറും 250 കോടി. അപ്പൊ ഇന്ത്യയിൽ എത്ര കോടിയാണ് നിങ്ങളാ? 1400. ആണോ? അതെ ശരിയാ. അതെ ബ്രോ. അപ്പൊ ഉത്തരം പറഞ്ഞു. ഉത്തരം എന്ന് പറഞ്ഞ് 12 കോടി. ബ്രോ, ഇന്ത്യയിലുണ്ടല്ലോ 140 കോടി ജനങ്ങളാണ് ഉള്ളത്. How many mobile phones are active in Kerala right now? ടീമേറ്റ് ചോദിച്ചേട്ടാ ഇപ്പൊ എന്നതാ ഇത് കറക്റ്റാ പക്കയാ. പോളാ അവിടുന്ന്. അല്ല ഞാൻ പറയട്ടെ, നീ പൊക്കോളാ അവിടെ, ഇനി വരല്ലേ ഈ ഏരിയയിലേക്ക്. 3 ബില്യൺ ഒരു വലിയ കണക്കാട്ട് പേടിച്ചു. ചെക്കൊക്കെ ഐഫോൺ പിടിച്ച് കടിച്ചു പിടിച്ചിറങ്ങിയെന്ന്. എടാ നീ ഇത് പടം വരയ്ക്കുന്നത്. നിങ്ങൾ പറ, ഞങ്ങൾ ആദ്യം കൊടുത്തു. നിങ്ങൾ പറ. നമ്മള് 30 കോടി. 30 കോടിയോ? 3 കോടിയുടെ കൂടെ ഒരു 0 30 കോടി. 30 കോടി ഒന്നുമില്ല, 3 കോടി. നിങ്ങൾ എത്ര ചെയ്തേ? 4.10. 4.24 കോടി. ഓ 10 കോടി ഡിഫറൻസ്. ഞാൻ പറഞ്ഞോ പറഞ്ഞതിൽ കാര്യം. ഞാൻ കൊറേ പോയിന്റ് പറഞ്ഞു. 4 കോടി അവരെ എഴുതിയേ.
ഞാൻ 4 കോടി എഴുതിയേ. ബ്രോ എത്ര എഴുതിയെ? ഞാൻ 4 നിങ്ങൾ 3 കോടി എഴുതിയത്. അല്ല ഞാൻ പറഞ്ഞ അവൻ ആദ്യം എഴുതിയത് ഞാൻ 4. എഴുതിയത് 4-4.5 കോടിയാന്ന് ആദ്യം പറഞ്ഞു. പിന്നെ കൺഫ്യൂസ് നിങ്ങൾ 3 എഴുതിയത്. ഞാൻ പറഞ്ഞു അവൻ 4 കോടി ആദ്യം എഴുതി തന്നത്. ഞാൻ വെട്ടിന് 3 കോടി ആക്കിയതാ. തുടങ്ങിയല്ലേ അവര് കഴിക്കട്ടെ, അവര് എൻജോയ് ചെയ്യട്ടെ. ഗ്യാപ്പ് വന്നേ ഇച്ചിരി ചിക്കൻ നൂഡിൽസ് കഴിച്ചല്ലേ. അതെ നമ്മള് ഹാപ്പി, നമ്മള് തൃപ്തിയാണ് അല്ലേ, നമ്മള് സാറ്റിസ്ഫൈഡ് ആണ്. ആക്ച്വലി ഞാൻ ഒരു കാര്യം പറയട്ടെ. ആക്ച്വലി വേറൊരു കാര്യം ഇന്ന് നമ്മുടെ ടോട്ടൽ പോയിന്റ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് റൗണ്ടിൽ 4 പോയിന്റ് ആൻഡ് ഈ റൗണ്ടിൽ എത്ര പോയിന്റ് ഉണ്ട്? 2 പോയിന്റ്. ടോട്ടൽ 6 പോയിന്റ്സ് നമുക്കുണ്ട്. അവർക്ക് ഫസ്റ്റ് റൗണ്ടിൽ 1 പോയിന്റ് ആൻഡ് ഈ റൗണ്ടിൽ എത്ര പോയിന്റ് ഉണ്ട്? 3 പോയിന്റ്. ടോട്ടൽ 4 പോയിന്റ്സ്. അപ്പൊ അങ്ങനെ ഓവറോൾ ഈ ചാലഞ്ച് ഗൈസ് അങ്ങനെ ഓവറോൾ സത്യം പറയുകയാണെങ്കിൽ ജയിച്ചിരിക്കുന്നത് നമ്മൾ തന്നെയാണ്. 6 പോയിന്റ്സ് ഉണ്ട് ആൻഡ് നിങ്ങൾക്ക് 4 പോയിന്റ്സ് ആണുള്ളത്. ഇല്ല ലാസ്റ്റ് റൗണ്ട് ബ്രോ. ജക്കിനെ കൊണ്ട് എവിടെ പോയാലും നല്ലതാണ്. ബ്രോ ആലോചിക്കാണ്, എന്താ പറയാ ആലോചിക്കും. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല 6 പോയിന്റ് നമുക്കുണ്ട്, നിങ്ങൾക്ക് 4 പോയിന്റ് ഉള്ളു. ആലോചിക്കുന്നത് കൺവേർട്ട് ആക്കിയിട്ട് ഞാൻ ഇവന്റെ ടീമാ. അങ്ങനെ നീ പൊളിയല്ലേ. എനിക്ക് കുറച്ച് ബിരിയാണി എന്താണ് തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും